സിറോ മലബാർ സഭ സിനഡ് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു. ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, എപ്പോഴത്തേക്ക് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും? സ്ഥാനമൊഴിഞ്ഞ മാർ ജോർജ് ആലഞ്ചേരിക്ക് പകരമാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. ഇന്നലെയാണ് ഇതിനുവേണ്ടിയുള്ള പ്രത്യേക സിനഡ് തുടങ്ങിയത്. ഇന്ന് രാവിലെ തന്നെയാണ് വോട്ടെടുപ്പ് നടന്നത്. ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തന്നെ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനായി തിരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ അല്ലെങ്കിൽ ആ ബിഷപ്പിന്റെ പേര് വത്തിക്കാനിലേക്ക് കൈമാറിയിട്ടുണ്ട്. വത്തിക്കാനിൽ നിന്നുള്ള അനുമതി അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചു എങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. കാരണം നാളെ ബുധനാഴ്ച വത്തിക്കാനിൽ കാര്യാലയങ്ങൾക്കെല്ലാം അവധിയുള്ള ദിനമാണ്. അതുകൊണ്ട് നാളെ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാവാനിടയില്ല, മറ്റന്നാൾ പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച അവസാനത്തോടുകൂടി സ്ഥാനാരോഹണവും ഉണ്ടാകും. സിറോ മലബാർ സഭ പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിരവധി വിഷയങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് സഭാ നേതൃത്വത്തിലേക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് കടന്നു വരുന്നത്. ആദ്യ ദിവസം തന്നെ ആദ്യ റൗണ്ട് വോട്ടിൽ തന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാനായി എന്നാണ് അറിയുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.